എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, Kakkadampoyil, Valamthood, Malappuram. Aishwarya Institute of Nursing Sciences. Sri Vivekananda Padana Kendram, Palemad, Edakara. രാജ്യത്തിന്റെ മതേതരത്വവും ഭരണഘടനയും ഇല്ലാതാക്കാൻ മതതീവ്രവാദികൾ ശ്രമിക്കുന്നുവെന്ന് ബത്തേരി രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്ത ക്രൈസ്തവ സംഘടനകൾ സംയുക്തമായി നിലമ്പൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞിട്ട് 5 ദിവസമായിട്ടും കന്യാസ്ത്രീകളുടെ ജയിൽ മോചനം വൈകുന്നത് ആശങ്കാജനകമാണ്. ഭരണഘടനയെ ഇല്ലാതാക്കാനുള്ള ശ്രമം അനുവദിക്കില്ല. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ക്രൈസ്തവർക്ക് നേരെയുള്ള വിലങ്ങ് മാത്രമല്ല, ഭാരതത്തിന്റെ ഹൃദയത്തിലിട്ട വിലങ്ങ് കൂടിയാണെന്ന് ഡോക്ടർ ജോസഫ് മാർ തോമസ് പറഞ്ഞു. രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ബോധപൂർവം നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഇതിന് പിന്നിലുള്ളത്. മതപരിവർത്തനം എന്ന ഒരു വാക്ക് ക്രൈസ്തവരുടെ അജണ്ടയിൽ ഇല്ലാത്തതാണ്. കന്യാസ്ത്രീകളുടെയും സഭയുടെയും മതം കാരുണ്യവും സ്നേഹവും മാത്രമാണ്. കന്യാസ്ത്രീകളെ മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നീ ഗുരുതര വകുപ്പുകൾ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തത് രാജ്യം ഭരിക്കുന്നവരുടെ മൗനാനുവാദം ഉള്ളതുകൊണ്ടാണെന്ന് ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്ത ആരോപിച്ചു. ഇവിടെ നമുക്കറിയാം, 2 പ്രായപൂർത്തിയായ പെൺകുട്ടികൾ അവരെ ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് അവരെ ട്രെയിനിൽ യാത്ര ചെയ്ത് കൊണ്ടുപോകുന്ന 2 കന്യാസ്ത്രീകൾ അവരുടെ മേൽ എന്താണ് ആരോപിച്ചത്? ഇവരെ മതപരിവർത്തനം നടത്തിയെന്ന്. ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവരാദ്യമായിട്ട് അവരെ കാണുന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് 2 മണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് മതപരിവർത്തനം നടത്തുന്നത്? അതിനെന്തെങ്കിലും രേഖയുണ്ടോ? അനന്തവലികളെ മതപരിവർത്തനം നടത്തിയാൽ അത് ചോദ്യം ചെയ്യുവാനായിട്ട് ഇവിടെ കോടതികളും നിയമ വ്യവസ്ഥയുമുണ്ട്. നമ്മളിവിടെ കണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഈ അമ്മമാരെ, അല്ലെങ്കിൽ ഭാരതാംബിക എന്ന് പറയുന്ന അമ്മമാരെ ആദരിക്കുന്ന ഈ നാട്ടിൽ ഒരു തീവ്രവാദി സ്ത്രീ, നിങ്ങളെ പത്രത്തിൽ കണ്ടതാണ്, ഇന്ന് മനോരമയിലൊക്കെയുണ്ട്, ഈ സന്യാസിനിമാരോട് പറയുകയാണ്, നിങ്ങളിവരെ മതപരിവർത്തനം നടത്തിക്കൊണ്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് നിങ്ങളുടെ കരടം അടിച്ചു പൊട്ടിക്കുമെന്ന്, നിങ്ങളുടെ കാലുകൾ 2 വെട്ടിമാറ്റുമെന്ന്. ഇവരെ ഈ സന്യാസിനിമാരുടെ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് തോക്കോ അല്ലെന്ന് വലിയ കത്തിയോ ഒന്നുമല്ല കണ്ടത്. ഇവരെ കൊണ്ടു നടക്കുന്ന വേദപുസ്തകമാണ് കണ്ടത്. അവര് പ്രാർത്ഥിക്കുന്ന ജപമാലയാണ് കണ്ടത്, പ്രാർത്ഥനാ പുസ്തകം കണ്ടത്. അത് വലിച്ചെറിഞ്ഞിട്ട് ഇവരെ അധിക്ഷേപിക്കുന്ന ഒരു രീതിയിൽ പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും നാണമുണ്ടാക്കുന്ന രീതിയിൽ ഒരു സ്ത്രീ 2 സന്യാസിനിമാരെ പോലീസിന്റെ മുമ്പിൽ, നിയമപാലകരുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അപമാനിക്കുന്ന, അവർക്ക് വിലങ്ങ് വെച്ച് അവരെ ജയിലിടാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭാരതത്തിന്റെ അമ്മ. എന്താണ് ഈ ഭാരതാംബിക എന്ന് പറഞ്ഞാൽ? നമുക്കറിയാവുന്ന പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഇത് ഇല്ലായ്മ ചെയ്യണം. ഈ ഭാരതത്തിലുള്ള എല്ലാവരും ഭാരതത്തിന്റെ മക്കളാണ്. അവർക്ക് ഏത് വിശ്വാസം സ്വീകരിക്കുവാനും വിശ്വാസമില്ലാതെ ജീവിക്കുവാനും, അവർക്ക് മാന്യമായ നല്ല വസ്ത്രം ധരിക്കുവാനും, അവര് ആഗ്രഹിക്കുന്നതായ ഭക്ഷണം കഴിക്കുവാനും ഒക്കെ ഈ രാജ്യം, ഭരണഘടന ആ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ചില കേസുകളിലേക്കൊക്കെ നമ്മള് കടന്ന് ചെല്ലുമ്പോൾ ഈ ഛത്തീസ്ഗഡിൽ തന്നെ അവിടെയുള്ള ഒരു പഴയ പള്ളി പണിത് അത് വലുതാക്കുവാനായിട്ട് ചെയ്തപ്പോൾ അനുവാദത്തിന് കൊടുക്കേണ്ട ആള്, നിങ്ങൾ മതപരിവർത്തനം നടത്തുവാൻ വേണ്ടിയല്ലേ പുതിയ പള്ളി പണിയുന്നതെന്നാണ് ചോദിച്ചത്. അവിടെ പോലീസിലും അധികാരികളിലും ഒക്കെ ഇങ്ങനെയുള്ള വലിയ ആൾക്കാരെ നുഴഞ്ഞു കയറി ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതെയാക്കുന്ന ഒരു സംരംഭം പ്രത്യേകിച്ച് നമ്മളുടെ നോർത്ത് ഇന്ത്യയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മളുടെ ആദരണീയനായ പ്രധാനമന്ത്രി മോദിജിയോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്.
അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല, അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതിയെന്ന്. നമ്മളിപ്പോൾ പറഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞ്, പക്ഷേ സന്യാസിനിമാര് വിലങ്ങോടുകൂടി നിഷ്കളങ്കരായ സന്യാസിനിമാര് ജയിലിൽ കിടക്കുകയാണ്. ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA പറഞ്ഞു. മനുഷ്യക്കടത്തിനാണ് ആദ്യം കന്യാസ്ത്രീകൾക്കെതിരെ FIR ഇട്ടത്. തുടർന്ന് തിരുത്തൽ വരുത്തി മതപരിവർത്തനം കൂടി എഴുതി ചേർക്കുന്നതാണ് നമ്മൾ കണ്ടത്. ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെയുള്ള അക്രമങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണെന്നും MLA പറഞ്ഞു. നമ്മുടെ ഭരണഘടന കേവലം പുസ്തകങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നു. അത് കൃത്യമായി ഭരണകർത്താക്കൾ അതിൽ നിന്നും മാറി ഇന്ന് രാജ്യത്തെ വിഭജിക്കാൻ, ഭിന്നിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ് ഒരു വലിയ മാറ്റം. ഇതിന് മുൻപുണ്ടായിരുന്നത് ഇങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ ഭരണകർത്താക്കൾ വെടികൊണ്ട് വീണത്, ഗാന്ധിജി വെടികൊണ്ട് വീണ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വീണ്ടും വീണ്ടും നിറയൊഴിക്കുന്നു ബജ്രംഗ ദളുക. ക്രിസ്തീയ ആക്രമണം മാത്രമല്ല, ഹിന്ദു മഹാസഭയുടെ ആളുകൾ വീണ്ടും വീണ്ടും നിറയൊഴിക്കുക ഗാന്ധിയുടെ ചിത്രം വെച്ച്. നമ്മൾ കണ്ടതാണ്. ഈ രൂപത്തിൽ നമ്മുടെ കൃത്യമായി പറഞ്ഞാൽ ഇത് കേവലം രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന, രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ ഇല്ലാതെയാക്കുന്ന ഇത്തരം കൃത്യങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നു. നിലമ്പൂർ എടക്കര മേഖലകളിലെ MCA, MCYM, MCMF, YMCA, KCYM എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഫാദർ ആൻഡോ ഡൈനിഷ്, ഫാദർ സണ്ണി കൊല്ലാർത്തോട്ടം, ഫാദർ ഷിജു, ബിജു പോൾ, നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം, നിലമ്പൂർ നഗരസഭാ കൗൺസിലർമാരായ സ്കറിയ കിനാന്തോപ്പിൽ, ഡെയ്സി ചാക്കോ എന്നിവർ സംസാരിച്ചു. നിരവധി വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും പ്രതിഷേധ സദസ്സിൽ പങ്കാളികളായി. എ+ വിഷൻ, നിലമ്പൂർ. ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ്, Indian Nursing Council, കർണാടക നഴ്സിംഗ് കൗൺസിൽ, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ. പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും. ഫസ്റ്റ് ഇയർ മുതൽ IELTS ജർമ്മൻ ലാംഗ്വേജ് കോച്ചിംഗ്. കോഴ്സിന് ശേഷം UK, ജർമ്മനി പ്ലേസ്മെന്റ്. ഗേൾസ് ഓൺലി ക്യാമ്പസ്. ഹോസ്റ്റലും കോളേജും ഒരേ ക്യാമ്പസിൽ. വിദ്യാഭ്യാസ വായ്പാ സൗകര്യം. ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം. ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ്.